ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ആർക്കൊക്കെ എന്തൊക്കെ ഗുണം കിട്ടി എന്നുള്ള കൂടുതൽ വിവരങ്ങൾ SBI ആൽഫ ന്യൂമറിക്ക് കൂടി കൊടുത്തതോടെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന രസകരമായ ഒരു സംഭവം ഗാന്ധി കുടുംബത്തിന് അതിൻ്റെ ആനുകൂല്യം കിട്ടി എന്നുള്ളതാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിൽ കൂടെ സംഭാവന കൊടുത്ത സ്ഥാപനങ്ങൾ, വ്യവസായികളൊക്കെ അത് BJPക്കാണ് കൂടുതൽ കൊടുത്തതെങ്കിൽ അതിൻ്റെ നല്ലൊരു പങ്ക് രണ്ടാമത് കിട്ടിയത് കോൺഗ്രസിനാണെന്നറിയാമല്ലോ, മൂന്നാമത് തൃണമൂൽ കോൺഗ്രസിന്. ബാക്കി പാർട്ടികൾക്കും അതിൻ്റെതായ വിഹിതം അനുസരിച്ച് കിട്ടി, ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒഴികെ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? ഗാന്ധി കുടുംബത്തിലേക്ക് ഇത് നീണ്ടുപോകുന്നു ഈ സംഭവം. ഇലക്ട്രൽ ബോണ്ടിന്റെ ആനുകൂല്യം ആർക്ക് കിട്ടി? റോബർട്ട് വദ്രയ്ക്ക് കിട്ടി. ആരാണ് റോബർട്ട് വദ്ര? ഒരു വ്യവസായിയാണ്, റിയൽ എസ്റ്റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് റോബർട്ട് വദ്ര. രാഹുൽ ഗാന്ധിയുടെ അളിയൻ, അല്ലെങ്കിൽ സോണിയ ഗാന്ധിയുടെ മരുമകൻ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ആനുകൂല്യം കിട്ടിയത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അദ്ദേഹം 2008 ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന സ്ഥലത്ത് അദ്ദേഹം തൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഭാഗമായിട്ട് 3.5 ഏക്കർ ഭൂമി വാങ്ങുന്നു. 3.5 ഏക്കർ. ഈ 3.5 ഏക്കർ ഭൂമിക്ക് 7.5 കോടി രൂപയാണ് റോബർട്ട് വദ്ര കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേരിലാക്കി. വസ്തു വാങ്ങുന്ന നിയമപ്രകാരം പേരിലാക്കി. ഇതേ ഭൂമി മാസങ്ങൾക്കുള്ളിൽ ഡൽഹിയിലെ ഏറ്റവും വലിയ അധികായരായ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ DLF, ഡൽഹിയോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന വലിയ ഗ്രൂപ്പാണ് DLF എന്ന് പറയുന്നത്. കോടികളുടെ വരുമാനമുള്ള വലിയ ഗ്രൂപ്പാണ്. അപ്പൊ റോബർട്ട് വദ്ര ഈ ഭൂമി 7.5 കോടിക്ക് വാങ്ങിയത് മാസങ്ങൾക്കുള്ളിൽ DLF ഇത് 58 കോടി രൂപയ്ക്ക് വാങ്ങുകയാണ്. വൂപ്പിംഗ് ഇൻക്രീസ് ആണ് വിലയിൽ. അതായത് 50 കോടി രൂപയാണ് റോബർട്ട് വദ്രയുടെ ലാഭം ഈ ഒറ്റ ഇടപാടില്. 50 കോടി. അത് കഴിഞ്ഞ് ഗവൺമെന്റ് മാറുന്നു. അന്ന് ഹരിയാനയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. ഈ ഇടപാടൊക്കെ നടക്കുമ്പോൾ ഭൂപീന്ദർ സിംഗ് കൂടെയായിരുന്നു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. ഇതെല്ലാം ചേർത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവിടുത്തെ ഈ ഭൂമി ഇടപാട് നോക്കുന്ന ഉദ്യോഗസ്ഥൻ, അതിന്റെ ചുമതലക്കാരൻ, ഈ ഗുരുഗ്രാമിൽ ഇത് നോക്കുന്ന ആള്, അദ്ദേഹത്തിന്റെ പേര് അശോക് കെംക എന്നാണ്. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഈ ലാൻഡ് ഡീലിനകത്ത് അഴിമതിയുണ്ട്, കറപ്ഷൻ ഉണ്ട്, പ്രൊസീഡിങ്സ് പാലിച്ചിട്ടില്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇത് റദ്ദാക്കുകയാണ്. റദ്ദാക്കിയപ്പോൾ സടകുടഞ്ഞ് കോൺഗ്രസ് ഗവൺമെന്റ് ഉണർന്നു. ഹരിയാനയിലെ ഹൂഡ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഉണർന്ന് ഈ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് ഫയർ ചെയ്തു. അശോക് കെംകെ ഫയർ ചെയ്തു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഇത് 2014 വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് BJP അവതരിപ്പിച്ചു. ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് തോറ്റ് തുന്നം പാടുന്ന അവസ്ഥയിലേക്ക് പോയ ഏറ്റവും വലിയ വിവാദ ഭൂമി ഇടപാടായിരുന്നു ഇത്. അപ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി DLFനെയും റോബർട്ട് വദ്രയെയും രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്ന് അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, നിയമ നടപടി സ്വീകരിച്ചു. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് അറിവില്ലാതെ ചെയ്യുമോ? ഡൽഹിയിൽ നിന്ന് ആര്? റോബർട്ട് വദ്രയുടെ കുടുംബം, ബന്ധുക്കള് ആരൊക്കെയാണ്? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധി ഭാര്യ. അതുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചാടി ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് കോൺഗ്രസിന് ഇലക്ഷനിൽ തിരിച്ചടിയായി. ഹരിയാനയിൽ വല്ലാണ്ട് തോറ്റുപോയി കോൺഗ്രസ്. ഇത് കഴിഞ്ഞിട്ട് BJP പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഹരിയാനയിൽ അധികാരത്തിൽ വരുന്നു, കേന്ദ്രത്തിൽ BJP വന്നതുപോലെ. അപ്പോ ഈ കേസ് വീണ്ടും പൊക്കിയെടുത്തിട്ട് റോബർട്ട് വദ്രയെയും DLFന്റെ ഉദ്യോഗസ്ഥരെയും DLFനെയും ഈ മുൻ മുഖ്യമന്ത്രി ഹൂഡയെയും കേസിൽപ്പെടുത്തിയിട്ട് അന്വേഷണം ആരംഭിച്ചു. കാരണം രാഷ്ട്രീയം അതിനകത്തുണ്ടല്ലോ. കോൺഗ്രസ് കുടുംബത്തിലെ ഒരു പ്രധാനിയെ റോബർട്ട് വദ്രയെ കൊടുക്കാൻ റോബർട്ട് വദ്രയും DLF ഡീലിന്റെ പ്രശ്നങ്ങൾ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവിനെ, മുതിർന്ന സീനിയർ നേതാവാണ്, പ്രതിയാക്കി. അന്വേഷണമായി.
അപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് ഇങ്ങോട്ട് അവതരിക്കുന്നത്. തകൃതിയായിട്ട് BJP സർക്കാർ, ഹരിയാന സർക്കാർ അന്വേഷണം തകൃതിയായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴേ 2018 ഇലക്ട്രൽ ബോണ്ട് വരുന്നു. നോക്കിക്കോണം, 2019 ഒക്ടോബർ 9, ഈ ഡേറ്റുകളൊക്കെ വളരെ പ്രധാനമാണ്. 2019 ഒക്ടോബർ 9 ഈ DLF ഈ കേസിലെ, ഇതാണ് കേസ്, വദ്ര കേസാണ്, 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. അത് BJPക്ക് കൊടുക്കുന്നു. അടുത്ത ഗഡു 2020 അടുത്ത വർഷം ജാനുവരി 15, അതായത് ഒരു 3 മാസത്തെ ഇടവേളയിൽ വീണ്ടും 15 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ട് BJPക്ക് പൈസയായിട്ട് വസൂലാക്കുന്നു. മൂന്നാമത്തെ ഗഡു ഏപ്രിൽ 7, 2021, അടുത്ത വർഷം ഏപ്രിൽ 7, 2021 15 കോടി രൂപ വീണ്ടും ഇലക്ട്രൽ ബോണ്ട്. എന്തൊരു കാര്യം എന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും 2022 അടുത്ത വർഷം 4-ാം വർഷം ജാനുവരി 10 വീണ്ടും 50 കോടി ഇലക്ട്രൽ ബോണ്ട് എടുത്ത് BJPക്ക് കൊടുക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതും കഴിഞ്ഞ് 2022 തന്നെ ഏപ്രിൽ 7 വീണ്ടും 40 കോടി. പിന്നെ ലാസ്റ്റ് ഗഡു 2022 തന്നെ നവംബർ 15 25 കോടി രൂപ കൂടി ഇലക്ട്രൽ ബോണ്ട് വഴി DLF വദ്ര ഈ സഖ്യം BJPക്ക് കൊടുക്കുന്നു. അങ്ങനെ മൊത്തം 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് DLF വാങ്ങിയിട്ട് BJPക്ക് പൈസ കൊടുത്തത്. ചെറിയ കാര്യമാണ്. ഇനി ഇതിന് സമാനമായിട്ട് അടുത്ത സംഭവം, ഈ കേസ് ഹരിയാന ഹൈക്കോടതി വരുന്നു. ഹൈക്കോടതി വരുമ്പോൾ ഈ കേസിലെ ഇറഗുലാരിറ്റീസ് BJP ഗവൺമെന്റ് തന്നെ പിൻവലിക്കുകയാണ്. എന്തൊരു തമാശ, ക്രൂരമായ തമാശ. ഹൂഡയ്ക്കും വദ്രയ്ക്കും DLFനെതിരെ എടുത്ത കേസ് ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കേസിൽ വലിയ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കേസ് ക്ലോസ് ചെയ്യാമെന്ന് ഹരിയാന ഹൈക്കോടതിയിൽ അവിടുത്തെ BJP സർക്കാർ അഫിഡവിറ്റ് കൊടുക്കുകയാണ്. ഈ അഫിഡവിറ്റ് കൊടുക്കുന്ന കാലയളവിലാണ്, അതിന് തൊട്ട് മുമ്പാണ് ഈ ഇത്ര 5-6 തവണയായിട്ട് 170 കോടി രൂപ BJPയുടെ പേഴ്സിലേക്ക് DLFന്റെ ഇലക്ട്രൽ ബോണ്ട് വഴി എത്തിയത്. അപ്പൊ കേസില്ല. എന്ത് കേസ്? ഏത് കേസ്? ഞങ്ങളറിയില്ലല്ലോ ഒന്നും. അവിടെ തെളിവില്ല. അതിനൊന്നും കോടികള് BJPയുടെ പേഴ്സിലേക്ക് ഒഴുകിയപ്പോ കേസുമില്ല, ഒരു കുന്തവും ഇല്ല. വദ്രയെയും DLFനെയും കേസിൽ നിന്ന് ഊരിക്കൊടുത്തു ആര്? ഹരിയാനയിലെ BJP സർക്കാർ, കേന്ദ്ര BJP സർക്കാരിന്റെ പിന്തുണയോടെ. അങ്ങനെ ഒതുക്കപ്പെട്ട ഒരു കേസിന്റെ ചരിത്രമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പലരെയും ED വഴി ഒതുക്കിയത്. അപ്പൊ ഇതിന് CBI കേസെടുത്തു, ED റെയ്ഡ് നടത്തി. DLF വദ്ര കേസിൽ ഇവരെല്ലാം പേടിപ്പിച്ചു. ED അവിടെയുണ്ട്, CBI കോടതിയിലാണ് കേസ് പോയത്. ഇപ്പൊ എന്നിട്ട് എന്തായി? അപ്പൊ BJPക്ക് കാശ് കൊടുത്തപ്പോ കേസുമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല. എല്ലാം ശാന്തം, സുഖം, സുഖപ്രദം. റോബർട്ട് വദ്ര പിന്നെ ട്വീറ്റ് ചെയ്തു ഇതെല്ലാം. ഞാൻ എന്നെ വിൻഡിക്കേറ്റ് ചെയ്തു, കേസുകളിൽ നിന്ന് എന്നെ ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? റോബർട്ട് വദ്ര. അതുപോലെ DLF. ഏറ്റവും വലിയ കാര്യം നമ്മളോട് ആലോചിക്കേണ്ടത്, ഈ 170 കോടി രൂപ BJPക്ക് മാത്രമേ DLF സംഭാവന കൊടുത്തിട്ടുള്ളൂ. റോബർട്ട് വദ്ര ഉൾപ്പെട്ട കേസിൽ DLF വേറെ ഏതെങ്കിലും പാർട്ടിക്ക്, ഇപ്പം മറ്റു പല, ഇപ്പം മേഘ എഞ്ചിനീയറിംഗ് അഴിമതി കരാറ് കിട്ടാൻ വേണ്ടി പല ഗവൺമെന്റുകൾക്ക് പല രീതിയിൽ പൈസ കൊടുത്തു. BJPക്കും കോൺഗ്രസിനും മറ്റവർക്കും മറിച്ചവർക്കും എല്ലാം കൊടുത്തു, അവരുടെ ബിസിനസ് താല്പര്യം നോക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് DLFന് മാത്രം, DLF BJPക്ക് മാത്രമേ പണം കൊടുത്തിട്ടുള്ളൂ 170 കോടി രൂപ. വേറൊരു പൈസ ഒരു പാർട്ടിക്കും ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് എന്തിനു വേണ്ടി ചെയ്തു? ഗാന്ധി കുടുംബം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്ന കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി പ്രതിപട്ടികയിൽപ്പെട്ടിട്ട് ED ചോദ്യം ചെയ്തതാണ്. രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ആ കേസ് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് മരുമകന്റെ വദ്രയുടെ കേസ് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്ത വിവരം പുറത്തു വരുന്നത്. അപ്പൊ കോൺഗ്രസ് കുടുംബത്തിന്, ഗാന്ധി കുടുംബത്തിന് മൊറാലിറ്റി, ധാർമ്മികത ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിൽ എവിടെ കിട്ടും?
അങ്ങനെ ഒരു പാർട്ടിയാണ് BJPക്കെതിരെ ദേശീയ മുന്നണിയെ, ഇന്ത്യ മുന്നണിയെ നയിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുന്നണി എവിടെ എത്തും? അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുകയാണ്, ദേശീയ സഖ്യത്തെ, പ്രതിപക്ഷ സഖ്യത്തെ, ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് നയിക്കാൻ ഇനി നിന്നാൽ അത് ദേശീയ പ്രതിപക്ഷ സഖ്യത്തിന് തന്നെ അത് വലിയ തിരിച്ചടിയാവും. ഈ സഖ്യത്തെ നയിക്കാൻ മറ്റൊരു ഫോഴ്സ് മുന്നോട്ട് വരണം. അത് ഏത് ഫോഴ്സ് വരണം, ആരാണ് നയിക്കേണ്ടത്, ആര് നയിച്ചാലാണ് നേട്ടമുണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ, ഈ വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമ്മുടെ ചില അഭിപ്രായങ്ങൾ നമ്മൾ പറയും.